എല്ലാവർക്കും KMTVയുടെ കർണാട്ടിക് വയലിൻ ലെസൺ 54ലേക്ക് സ്വാഗതം. ഞാൻ അജയ്കുമാർ ജി. അപ്പം കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കമാസ് എന്ന രാഗത്തിലുള്ള, അതായത് ഹരികാംബോജി എന്ന ജന്യരാഗത്തിൻ്റെ ജന്യരാഗമാണ് കമാസ്. ആ രാഗത്തിലുള്ള ഒരു സ്വരജതിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ 5ാമത്തെ ചരണം, അതായത് ലാസ്റ്റ് ചരണമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഞാൻ ദയവായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു പാട്ടുകാരനല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്വരജതിയുടെ സാഹിത്യം അത്ര പാടുവാനുള്ള കഴിവില്ല. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളത് ക്ഷമിക്കണം. എങ്കിലും ഞാൻ ആ സാഹിത്യം പറയും, അത് കേൾക്കുക, അതിനുശേഷം സ്വരങ്ങൾ കേൾക്കുക. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും വായിക്കേണ്ടത് എങ്ങനെയാണ്. അപ്പം നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ 5ാമത്തെ ചരണം എങ്ങനെയാണ് എന്ന് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 1ാമത്തെ ലൈൻ സാരി സാനിധനി സാനിധപ. 2ാമത്തെ ലൈനിന്റെ പാദനീധപമ പാമഗമ. അതായത് സാരെ സാരെ കുനിന മമന്ത്രം കോരിനാനു നീ പാദബീജമന്ത്രം. ഇതാണ്. അപ്പം നമുക്കൊന്ന് നോക്കാം. ഇതാണ് അത്. അപ്പൊ നിങ്ങൾ കണ്ടു കാണും വയലിനെ വായിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ ഞാൻ കാണിക്കാം. അടുത്ത 2 ലൈനോടെ ഉള്ളൂ, അതോടെ ഞാൻ പറയാം. മഗമപ മപ ദപദനി ധനി സാരി സാനി ദപ മഗമപദനി. അതിന്റെ സാഹിത്യം എന്ന് പറയുന്നത് ദാസുഡൗ ചിന്നി കൃഷ്ണനി കിദികുനി വേയനി ചൊക്കനാഥു നിധമുകൊനി. ഇത്രയേ ഉള്ളൂ ഇത്. അപ്പൊ അതൊന്ന് നോക്കുന്നത്. മാഗമപ്പ മപദ പദനി ധനി സാരി സനി ധനി പമഗമപദനി. അതിനുശേഷം വീണ്ടും പല്ലവി വായിക്കണം. സാനിധപ മഗമപദനി. ഇത്രേ ഉള്ളൂ. വായിച്ച് നിർത്തുക. അപ്പൊ ഒന്നുകൂടെ ഞാൻ അത് ഒന്ന് വായിക്കാം. സ്വരം ഒന്നുകൂടെ ഞാൻ പറയാം. സാരി സാനിധനി സാനിധപ പാദനീധപ മപ മഗമ. അടുത്തത് മാഗമപ മപദ പദനി ധനി സാരി സനി ദപ മഗമപദനി. ഇത്രേ ഉള്ളൂ. അപ്പം സാരി സാനി ധനി
സാനി ദ പ പാദനി ദ പ മ പ മ ഗ മ ഗ മ പ മ പ ദ പ ദ നി ധ നി സാ നി സാ സാ നി ആ പ മ ഗ മ പ ദ സാ നി ധ പ മ ഗ മ ഗ മ പ ദ നി സാ. ഈ സായിൽ കൊണ്ടൊന്ന് വേണം നിർത്താൻ. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ സ്വരജതി ഒന്ന് മുഴുവൻ വായിക്കാം. അപ്പൊ സ്വരജതി മുഴുവൻ ഞാൻ വായിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഓരോ പല്ലവി വീതം വായിക്കും ഞാനൊന്ന്. ഇതാ ആദ്യം ആരോഹണം അവരോഹണം. സ മ ഗ മ പ ദ നി സാ സാ നി ദ പ മ ഗ നി സാ. ഈ ആരോഹണത്തിലേക്ക് പോകുമ്പോൾ ഈ നീ വായിക്കുന്നതിനൊരു ടെക്നിക്കുണ്ട്. ദാ കഴിഞ്ഞ് ഇപ്പൊ ദാ നമ്മൾ ഇങ്ങനെ വെച്ചു, അതായത് പാദ നീക്ക് നമ്മൾ അടുത്ത വരൽ വെക്കണ്ട, ഇങ്ങനെ കൊടുത്താൽ മതി. പാദ നീ, ഇതിന് പകരം പാദ നീ സ. അപ്പൊ ഇനി നമുക്ക് പല്ലവിയിലേക്ക് പോവാം. അനുപല്ലവി. ഒന്നാമത്തെ ചരണം. ചരണം 2. ചരണം 3. നാലാമത്തെ ചരണം.
അഞ്ചാമത്തെ ചരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സ്വരജതി. ഞാൻ ഒറിജിനലായിട്ട് ഇത് വായിക്കുന്നതിൽ നിന്നും ചില വേഗത കുറച്ചാണ് ഇവിടെ വായിച്ച് കേൾപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് നല്ലപോലെ ഒന്ന് വായിച്ച് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെയും ഇത് ഗമകമിട്ടും വായിക്കും. ആ രീതിക്ക് ഇപ്പോൾ ആയിട്ടില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാ, ഇപ്പോൾ സാ വായിക്കണമെങ്കിൽ മേളത്തെ സാ, താരസായുള്ള സാ, സാടി ചേർത്ത് അടുത്ത വിരൽ വെക്കുക, നമ്മുടെ നടുവിരല്. അപ്പോ അതിങ്ങനെ വായിക്കാം. സ ഇങ്ങനെ വായിക്കാം. അപ്പൊ ആ ഗമകത്തിന്റെ രീതികൾ, പ്രയോഗങ്ങൾ അത് ഞാൻ ഇച്ചിരി ഒന്നായിട്ട് ഞാനത് പറഞ്ഞുതരാം. ഇപ്പൊ അത് പറ്റുകയില്ല. അതുകൊണ്ട് സ്വരം വെച്ച് തന്നെ വായിച്ച് പഠിക്കുക. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കണ്ടുമുട്ടുന്നിടം വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ നമസ്കാരം.